सभी भक्त जैसे जाते हैं, कोई भी देवता है, विष्णु है या शिवा है, कोई भक्त गया भगवान से पूछा, है प्रभु अभी एक बालक है, उनको विद्या बुद्धि सब बुद्धि അമ്മേ നാരായണ ദേവി നാരായണ. അഖില ഭാരത അയ്യപ്പ സേവാ സംഘം നാരീശക്തി സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ 4ാമത് വർഷം ഇപ്പോൾ ഇവിടെ അയോധ്യയിലെ ജാനകി സിദ്ധ മന്ദിറിൽ വെച്ചിട്ട് ആറ്റുകാൽ പൊങ്കാല മഹോത്സവം വളരെ സക്സസ്ഫുള്ളി നമ്മൾ പൂജ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. പൂജ നടന്നിട്ട് ഇപ്പോൾ അന്നദാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അഖില ഭാരത അയ്യപ്പ സേവാ സംഘം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഭോപ്പാലിൽ വളരെ കീർത്തിയേറിയ ഒരു പ്രസ്ഥാനമായിട്ട് വളർന്നു വരികയാണ്. അതിനെ എല്ലാ ഭക്തജനങ്ങളും സഹകരിക്കുന്നു എന്നുള്ളത് തന്നെ അതിൻ്റെ വലിയ വിജയത്തിൻ്റെ കാരണമാണ്. ഈ ഈ ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹം എല്ലാ ഭക്തജനങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അമ്മേ നാരായണ ദേവി. വരും വർഷങ്ങളിലും ഇതുപോലുള്ള പൂജകൾ നടത്തുവാൻ ഈശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും അതിനെ ഭാഗവാക്കാവാനുള്ള അവസരമുണ്ടാകട്ടെ എന്ന് കൂടി അമ്മേ നാരായണ ദേവി നാരായണ. എല്ലാ വർഷത്തെ പോലെയും ഈ വർഷവും അഖില ഭാരത അയ്യപ്പ സേവാ സംഘം, അഖില ഭാരത അയ്യപ്പ സേവാ സംഘം നാരീശക്തിയും ചേർന്ന് ആറ്റുകാൽ പൊങ്കല ഈ 4ാം വർഷം ഇന്നിവിടെ കൊണ്ടാടി സമാപിച്ചിരിക്കുകയാണ്. വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെ എല്ലാ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം നമുക്ക് കൂടുതൽ ഭക്താദികളെ ഇവിടെ കാണുവാൻ കഴിഞ്ഞു. ഇത് അഖില ഭാരത അയ്യപ്പ സേവാ സംഘം 4 വർഷം തുടർച്ചയായി ചെയ്ത അവരുടെ ആ ഒരു നല്ല കാര്യത്തിൻ്റെ ഒരു തെളിവ് തന്നെയാണ് ഇന്ന് ജനസംഖ്യ ഈ കൂട്ടത്തിൽ ഇന്നിവിടെ പൊങ്കാല ഇവിടെ കൊണ്ടാടാൻ കഴിഞ്ഞത്. തുടർന്നും ഇതുപോലുള്ള അവസരങ്ങളിൽ നിങ്ങളുടെയൊക്കെ സഹായ സഹകരണം കൊണ്ട് നമുക്ക് ഇനിയും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുവാനും നമുക്ക് ഇവിടെ തന്നെ നോക്കുകയാണെങ്കിൽ അഖില ഭാരത അയ്യപ്പ സംഘം ട്രസ്റ്റ് തന്നെ ഉണ്ടാക്കി ഒരു സത്സംഗ് ഹാൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലും നിങ്ങളുടെയൊക്കെ സഹായ സ്ഥാനങ്ങളോട് കൂടിയാണ് നമ്മൾ ഇപ്പോൾ ഒരു ലെവൽ വരെ, ഒരു പ്രിന്ത് ലെവൽ വരെ ആയിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും നമുക്ക് പല കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. ഇനി ഇവിടുള്ള നമ്മളുടെ ആൾക്കാർക്ക് അയ്യപ്പ ദേവനെ ദർശിക്കാൻ ശബരിമല പോലുള്ള വ്യവസ്ഥകളും നമ്മൾ ചെയ്യാൻ ഒരുക്കിയിരിക്കുകയാണ്. ഈ ഉള്ള അവസരങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ എല്ലാ സഹകരണം പൂർണ്ണം ഉണ്ടായിരിക്കും എന്നുള്ള വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നന്ദി, നമസ്കാരം. സ്വാമിയെ ശരണമയ്യപ്പ. അമ്മേ ദേവി ആറ്റുകാൽ. അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ഇന്ന് 5 വർഷം മുമ്പ് ഭോപ്പാലിൽ എസ്റ്റാബ്ലിഷ് ആയതാണ്. ഇത് 4ാമത്തെ പൊങ്കാലയാണ് അഖില ഭാരതം നടത്തുന്നത്. ആദ്യത്തെ പൊങ്കാലയിൽ 50 പൂജകൾ നടത്തി. 2ാം വർഷം അത് 70-ഉം 3ാം വർഷം 90-ഉം ഇന്ന് 110 പൂജകളാണ് അഖില ഭാരത സേവാ സംഘം ഇവിടെ നടത്തിയത്. ഈ പൂജകളുടെ അടിസ്ഥാന തത്വങ്ങൾ ആറ്റുകാൽ അമ്മയുടെ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള ഗൈഡ്ലൈൻസ് അനുസരിച്ച് മാത്രമാണ് നടത്തിയിട്ടുള്ളത്. മൺകലത്തിൽ ആണ് പൂജകൾ നടത്തിയത്. വരുന്ന വർഷങ്ങളിൽ ഇതിലും കൂടുതൽ പൂജകൾ നടത്താനും എല്ലാ നല്ലവരായ ഡിവോട്ടീസും ഞങ്ങളുടെ കൂടെ കാണുമെന്ന് ഞങ്ങൾ കരുതുന്നു. അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിനു വേണ്ടി ഞങ്ങൾക്ക് തന്ന വിശ്വാസത്തിനും സ്നേഹത്തിനും ഞാൻ ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. സ്വാമി ശരണമയ്യപ്പ ആറ്റുകാലം ഭഗവതി. ഞാൻ ശ്യാമള സോമൻ, അഖില ഭാരത അയ്യപ്പ സേവാ സംഘം നാരീശക്തിയുടെ ചെയർപേഴ്സണാണ്. കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട് നമ്മൾ ഇവിടെ ഭോപ്പാലിലെ നാരീശക്തി സംഘം നടത്തുന്ന ആറ്റുകാൽ പൊങ്കാല വളരെ ഭംഗിയായി ഭക്തി നിർഭരമായി നടത്താൻ നമുക്ക് സാധ്യമാകുന്നു. ആദ്യം നമ്മൾ 30 ഭക്തജനങ്ങളെ കൊണ്ട് നമ്മൾ തുടങ്ങിയ ഈ പൊങ്കാല മഹോത്സവം ഈ വർഷം ഏതാണ്ട് 110ഓളം ദേവിമാരുടെ സാന്നിധ്യത്തിലാണ് നമ്മൾ ഈ പൊങ്കാല ഇവിടെ കൊണ്ടാടിയിരിക്കുന്നത്.
10 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി എല്ലാ ചിട്ടകളെയും പാലിച്ച് ദേവി അമ്മമാർ രാവിലെ 9 മണിയായപ്പോഴേ മന്ദിര അങ്കണത്തിലെത്തി പൂജാതി കർമ്മങ്ങൾ വ്യാപൃതരായി അവരുടെ പൊങ്കാലയിൽ ശ്രദ്ധ ചെലുത്തി പൊങ്കാല നടത്തുകയുണ്ടായി. വളരെ ഭക്തിസാന്ദ്രമായൊരു സന്ദർഭം നമുക്കിവിടെ ഉണ്ടാക്കുവാൻ സാധ്യമായി. വരും വർഷങ്ങളിൽ എല്ലാവരുടെയും ഐശ്വര്യത്തിനും സമൃദ്ധിക്കും വിദ്യാസമ്പന്നതയ്ക്കും വേണ്ടി നാം എല്ലാവരും ഒരേ മനസ്സോടുകൂടി പ്രാർത്ഥിച്ച് പ്രവാസികളായ മലയാളി സ്ത്രീകൾക്ക് ആറ്റുകാലമ്മയുടെ അനുഗ്രഹം ഉണ്ടാകുവാൻ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഒരു അവസരം നമ്മളിവിടെ ഒരുക്കി അതെല്ലാവരും ബദ്ധശ്രദ്ധകളായി വന്നു ചേർന്ന് ഞങ്ങളോട് സഹകരിച്ച് പ്രവർത്തിക്കാൻ നന്ദിയുണ്ട്. വരും വർഷങ്ങളിലും ഇതുപോലെ തന്നെ നമ്മളോട് സഹകരിച്ച് പ്രവർത്തിക്കും എന്ന വിശ്വാസത്തോടുകൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം. അമ്മേ ശരണം, ദേവീ ശരണം.